ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആകെ ഉറങ്ങിക്കിടക്കുക വീട്. ഓ, ഇപ്പൊ അച്ഛൻ കിടക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. അച്ഛമ്മയെ കാണാത്തതിന്റെ ടെൻഷനായിരിക്കും. അതായിരിക്കും ഇന്നലെ രാത്രി ഉറക്കം വരാത്തെ. മോൾ അവിടുത്തെ വിശേഷം പറ. ദിയമോൾ എവിടെ? നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കി. നിന്നെ പോലെ കുത്തിത്തിരിപ്പ് കാണിക്കുന്നവരൊന്നുമല്ല. സ്വന്തം തന്തയുടെ കണ്ണീര് വീഴ്ത്തിച്ച് പെണ്ണ് കെട്ടിയവൻ എത്ര കേമനാണെങ്കിലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വന്തം മകനാണെങ്കിൽ ശരി, കുടുംബത്തിന്റെ മാനം കളഞ്ഞവന് വേണ്ടി വക്കാലത്ത് പിടിക്കരുത്. ഒറ്റൊരെണ്ണത്തിന് എന്റെ കൺമുമ്പ് കണ്ടുപോരുത്. വന്നിറങ്ങി. എന്തിനാ അങ്കിൾ ഇവിടെ ഇറങ്ങിയത്? നമ്മൾ എങ്ങോട്ട് പോവാ? മോളെ, മിണ്ടാതിരിക്കെ. എങ്ങോട്ടാണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ജോത്സ്യം പറഞ്ഞത് ഒരർത്ഥത്തില് ശരിയാണെന്ന് പറയാം അല്ലേ? ജാതകദോഷക്കാരിയുടെ കൂടെ കൂടിയപ്പോ പെരുവഴിയിലായി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമല്ലിത്. ഇങ്ങനെ വഴിമുറിഞ്ഞു നിൽക്കുമ്പോ ചിലതൊക്കെ സത്യമാണെന്ന് തോന്നിപ്പോവാ. ജഗം വിഷമിക്കണ്ട. തൽക്കാലം നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. അത് വേണ്ട, അത് ശരിയാവില്ല. അവർക്ക് നമ്മൾ ഒരിക്കലും ഒരു ബാധ്യതയാവണ്ട. നമ്മുടെ വരവ് മറ്റൊരാളുടെ സന്തോഷം കളയുന്നുണ്ടെങ്കിലേ അതൊരു ബാധ്യതയാവും. നമ്മൾ ചെല്ലുന്നത് അച്ഛന്റെ അമ്മയുടെ സന്തോഷം ഇരട്ടിപ്പിക്കുകയുള്ളൂ. അതൊരിക്കലും അവർക്കൊരു ബാധ്യതയായി തീരില്ല ജഗൻ. ആയിരിക്കാം, എന്നാലും അത് വേണ്ട. വഴിമുട്ടി നിൽക്കുമ്പോഴും അഭിമാനം കൈവിടാൻ പറ്റുന്നില്ല അല്ലേ? ഭർത്താവിന്റെ അഭിമാനം തകരുമ്പോ വീണുടയുന്നത് ഭാര്യയുടെ മനസ്സാ. എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്കാവില്ല. ജഗ, എന്റെ വീട്ടിലേക്ക് പോകുന്നതില് ഒരു അഭിമാനക്കുറവും വേണ്ട. അത് വേണ്ട. പിന്നെ പിന്നെ എന്താ ഒരു വഴി? എന്തിനും പണം വേണ്ടേ? ഒരു വഴിയുണ്ട്. എന്തു വഴി? തൽക്കാലം നമുക്കൊരു വാടക വീട് എടുത്ത് താമസിക്കാം. ജഗ, വെറുതെ മണ്ടത്തരം പറയാതെ. വീടിന് അഡ്വാൻസ് കൊടുക്കണ്ടേ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിയാലേ ഒരു പുതിയ വീട്ടിലേക്ക് മാറാൻ പറ്റും. അതിനൊക്കെയുള്ള പണം ഉണ്ടോ ജഗന്റെ കയ്യില്? നമുക്ക് നോക്കാം. എങ്ങനെ? വഴിയുണ്ട്. വന്ദനെ എതിര് പറയരുത്. തൽക്കാലം ഈ ബുള്ളറ്റ് പണയം വെച്ച് കുറച്ച് പണം എടുക്കാം. ജഗ, അതൊക്കെ വന്ദനെ എതിര് പറയരുത്. വന്ദനെ എതിർത്തുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പണമായിട്ട് വരാം. മോള് വാ. മോക്ക് അങ്കിള് ഐസ്ക്രീം വാങ്ങിച്ചു തരാം.
മോൾ ഐസ്ക്രീം കഴിച്ച് തീരുമ്പോഴേക്കും അങ്ങൾ വരും. ഉം? ആ മോളെ. വാ. ഇരിക്ക്. എക്സ്ക്യൂസ് മീ, ഓറഞ്ച് ജ്യൂസ് പറയട്ടെ? ഒരു ഓറഞ്ച് ജ്യൂസ്, മോൾക്കൊരു ഐസ്ക്രീം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാൻ തന്നെ മോളെ. ഫോൺ ബെല്ലടിച്ചിട്ട് പോലും മാധവേട്ടനെ അറിഞ്ഞിട്ടില്ല. അതെങ്ങനെ? രാത്രി ഉറക്കമൊന്നുമില്ലല്ലോ. അയ്യോ, വന്ദനമോളാണല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഉറങ്ങിക്കോട്ടെ. വാ. ഹലോ മോളെ. അമ്മയോ? സുഖാണോ അമ്മേ? അച്ഛനെവിടെ? അച്ഛനും ഉറങ്ങുന്നു. അച്ഛൻ ഉറങ്ങുന്നോ ഈ സമയത്തോ? ഈ സമയത്ത് അങ്ങനെ ഉറങ്ങുന്ന പതിവൊന്നുമില്ലല്ലോ. എന്തു പറ്റി അമ്മേ? അച്ഛന് പനിയാണോ? ഒന്നുമില്ല മോളെ. ഇന്നലെ എന്തോ അച്ഛന് നല്ല ഉറക്കം കിട്ടിയിട്ടില്ല, അതാ. ആ, അതൊക്കെ പോട്ടെ. അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഇവിടെ തീയമോളും ഇല്ല, മുത്തശ്ശിയും ഇല്ല. ആകെ ഉറങ്ങിക്കിടക്കുക വീട്. ഓ, ഇപ്പൊ അച്ഛൻ കിടക്കുന്നതിന്റെ കാര്യം മനസ്സിലായി. അച്ഛമ്മയെ കാണാത്തതിന്റെ ടെൻഷനായിരിക്കും. അതായിരിക്കും ഇന്നലെ രാത്രി ഉറക്കം വരാത്തെ. മോൾ അവിടുത്തെ വിശേഷം പറ. ദിയമോൾ എവിടെ? നമ്മളെ അവിടെ നിന്ന് അടിച്ചിറക്കി. മാനത്തെ കൊട്ടാ